മകയിരം ഒടുവിൽ 30 നാഴികയും തിരുവാതിരയും പുണർതം മുക്കാൽ ഭാഗവും ചേരുന്ന 2 നക്ഷത്രമടങ്ങുന്ന മിഥുനം രാശിപ്പെട്ട വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം, യാത്ര, അതുപോലെ തന്നെ പരീക്ഷാവേളകളിലും ഒക്കെ ചില തടസ്സങ്ങളും കുടുംബ വഴി പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. എങ്കിലും നല്ല മാർക്കോടുകൂടി, ഡിഗ്രിയോടുകൂടി, A+ഓടുകൂടി പാസ്സാവാനും ഉപരിപഠനത്തിനും വിദേശത്ത് പോയി പഠിക്കുവാൻ അർഹത, പ്രായം, യോഗ്യത ഒക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളും വന്നുകൂടുന്നതാണ്. ഈ രാശിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കണിശമായിട്ടും ഉദ്യോഗലബ്ധിക്കുള്ള സാധ്യതയുണ്ട്. അവനവൻ്റെ കഴിവും പഠിത്തവും അനുസരിച്ചുള്ള ഉദ്യോഗലബ്ധിയും വളരെ അധികം ക്ഷമാശീലത്തോടു കൂടിയിരുന്നാൽ 1 വർഷം കൊണ്ട് ജോലി സ്ഥിരതയും കാണുന്നു. വാഹനം ഓടിക്കുന്നവർ തട്ടാനും മുട്ടാനും വാഹന സംബന്ധമായ കേസോ നഷ്ടപ്പെടാനോ കട്ടുകൊണ്ട് പോകാനോ മറ്റേതെങ്കിലും തരത്തിൽ വാഹനവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ, ചില തലവേദനകൾ, നൂലാമാലകളുണ്ടായി നിയമത്തിൻ്റെ വഴിക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ആരെങ്കിലും വിലങ്ങം ചാടിയിരുന്നാലും കുറ്റം ചിലപ്പോൾ തലേ വരാനുള്ള സാധ്യതയുണ്ട്. ഉദര സംബന്ധമായ അസുഖത്തിന് സർജറിയോ ദീർഘകാല മരുന്നുകളോ, പെടലി സംബന്ധമായ സർജറിയോ ദീർഘകാല മരുന്നുകളോ വേണ്ടി വരും. അതിൻ്റെ തുടക്കം കുറയ്ക്കും, രോഗം തിട്ടപ്പെടുത്തും. സർജറിയോ ചികിത്സകളോ വേണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അവർ നടപ്പിൽ വരുത്തുകയും അത് ഫലപ്രദമായി ആ രോഗം ഭേദമാകുകയും ചെയ്യുന്നതാണ്. വസ്തു, വീട്, വണ്ടി എന്നിവയ്ക്ക് ഭാഗികമായ പരിവർത്തന വിധേയമാവും. പഴയ വീടുകൾ പൊളിച്ചു നന്നാക്കാനോ, പഴയ വാഹനങ്ങൾ പുതുക്കാനോ, പഴയ ലോണുകൾ പുതുക്കാൻ പുതിയ ലോണുകൾ കൈവശം വരികയോ, സ്ഥാപനം, കട, ബിസിനസ് മുതലായി നടത്തുന്നവർക്ക് ഒരല്പം പരിവർത്തന വിധേയമാവാനുള്ള, മുതൽ മുടക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. പണച്ചെലവ് ധാരാളമായിട്ട് വരും. സ്വർണം പണയമോ വിൽപ്പനയോ ഒക്കെ ഉണ്ടാവും. എങ്കിലും ഭൗതിക നേട്ടങ്ങൾ, ആത്മീയ നേട്ടങ്ങൾ, കുടുംബപരമായ നേട്ടങ്ങൾ, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലം, ഉദ്യോഗാർത്ഥികൾക്ക് അസ്ഥിരമാണെങ്കിലും ജോലി, വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അവരുടെ പേപ്പേഴ്സ് ന്യൂനതകളുണ്ടാകും. ഏതെങ്കിലും പ്രധാനപ്പെട്ട 4 പേപ്പറിൻ്റെ ഒരു ന്യൂനതകൾ ഉണ്ടാകുകയോ, ലക്ഷ്യസ്ഥാനത്തോ പുറപ്പെടുന്ന സ്ഥാനത്തോ ചില ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും യാത്രകൾ മാറ്റിവെക്കാനും സാധ്യതയുണ്ട്. എങ്കിലും വർഷാവസാനം യാത്രകൾ തരപ്പെടുന്നതാണ്. പൊതുവെ ഈശ്വരാനുഗ്രഹത്താൽ ഈ വർഷത്തിലെ ഈ പറഞ്ഞ മൂലം പൂരാടം നക്ഷത്രം വരുന്ന ദിവസങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എഗ്രിമെൻറ്റുകൾ, കൊടുക്കൽ വാങ്ങലുകൾ, മറ്റ് അഭിപ്രായ ഭിന്നതകൾ, അയൽവക്ക തർക്കങ്ങൾ, കേസ് വഴക്കുകൾ ഇങ്ങനെയുള്ളതൊന്നും പൂരാടം ഉത്രാടം ദിവസങ്ങൾ, മൂലം പൂരാടം ഉത്രാടം ദിവസങ്ങളിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നനച്ചിരിക്കാത്ത അപകടങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അശ്വതിയും ഭരണിയും കാർത്തികയും ചേരുന്ന ദിവസങ്ങളിൽ ഈ രാശിക്കാർക്ക് സാമ്പത്തിക പുഷ്ടി, മനസ്സന്തോഷം, ഉല്ലാസം, ഭാര്യാഭർത്താവ് തമ്മിലുള്ള ഇണജീവിതം, മാനസിക, ശാരീരിക, സാമ്പത്തിക, തൊഴിൽ സംതൃപ്തികൾ ഉണ്ടാവും. ഗണപതി ഹോമം ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ സർപ്പക്ഷേത്രത്തിൽ വഴിപാടുകൾ, 100 പാലും സർപ്പബലി മുതലായ വഴിപാടുകൾ 1 പ്രാവശ്യമെങ്കിലും ചെയ്യുന്നത് നന്നായിരിക്കും. ഇതര മതസ്ഥർ അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തവർക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പുണ്യപ്രവർത്തനം, കാരുണ്യപ്രവർത്തനം, അന്നദാനം, അത് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നന്മകൾ, മനസ്സുകൊണ്ട് നല്ലത് ചിന്തിക്കുക, വാക്കുകൾ കൊണ്ട് നല്ല വഴി പറഞ്ഞു കൊടുക്കുക, കർമ്മങ്ങൾ, ശരീരം കൊണ്ട് ചെയ്യാവുന്ന കർമ്മങ്ങൾ, ഈ വക മേഖലകൾ, നിഷ്കാമ കർമ്മങ്ങൾ ചെയ്ത് ഈ രാശിക്കാർക്ക് ഈ വർഷം സന്തോഷപ്രദമായി മുന്നോട്ട് പോകാവുന്നതാണ്.